ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് 10-ാമത്തെ അധ്യായം. ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ, ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുതാ ജയ. കേൾക്കണം എനിക്കിനി പാപനാശനങ്ങളാം ചൊക്കൊണ്ട് വ്രതദാന കർമ്മഭേദങ്ങളെല്ലാം. കേൾക്കണമെങ്കിൽ പുരാ നെയ്യോടംബുജാക്ഷൻ പാട്ടമെന്നിയേ അരുൾ ചെയ്തു കേട്ടതുമെല്ലാം. ശ്രാവണേ ശുക്ലദ്വിതീയാദിയായി തുടങ്ങേണം, അഭിസ്സു തന്നെ ഭുജിച്ചിടാവൂ സംവത്സരം. ചതുർത്ഥ മാസാന്തരെ പാരണ വേണമപ്പോൾ, ചതുർത്ഥം കറികളും കൂടെ നേദിച്ചിടണം. അച്യുതനെയും പിന്നെ ശ്രീ ഭഗവതിയെയും അർച്ചനബിംബം രണ്ടും വേറെ നിർമ്മിക്ക വേണം. സുവർണബിംബം മുഖ്യം, വെള്ളിയെങ്കിലും കൊള്ളാം. സുവർണാംബരാഭരണാദികൾ ബഹുവിധം, ശുക്ലപുഷ്പങ്ങൾ കൊണ്ടു സുഗന്ധാദികൾ കൊണ്ടും ഭക്തവത്സലന്മാരെ പൂജിക്കാദിനം പ്രതി. ദ്വാദശ വിപ്രന്മാരെ കുടുംബത്തോടും ഭക്ത്യാ പാദക്ഷാളനം ചെയ്തു പൂജിപ്പിക്കയും വേണം. ദക്ഷിണ യഥാശക്തി സംയതദാനം ചെയ്തു ലക്ഷ്മീശ്വരിവരെന്നും നിശ്ചയിക്കയും വേണം. ലക്ഷ്മീശ്വരിവരെന്നും നിശ്ചയിക്കയും വേണം. ആവോളം അലങ്കാരത്തോടും പൂജിക്ക യഥാദേവി ദേവന്മാരെയും ഭൂമിദേവന്മാരെയും. ശയ്യാദാനവും മുഖ്യ വസ്ത്ര താമ്പൂലദാനം ചെയ്യണം. മറ്റും പല സുഖദാനങ്ങൾ നന്നായി മാർഗശീർഷാദിമാസം 4 വണ്ണം തന്നെ രുക്മിണീ കൃഷ്ണന്മാരെന്നോർത്തു സേവിച്ചിടണം. രക്തവർണമായി തന്നെ ധ്യാനം മാധവമപ്പോൾ രക്തവർണങ്ങളായ പുഷ്പങ്ങൾ അർച്ചിക്കണം. ചൈത്രാദിമാസം 4 വരാഹമൂർത്തി തന്നെ നാത്രിയാകിയ ദേവി തന്നോടും കൂടി നിത്യം. ആഷാഢമാസേ ദ്വിതീയ ദിനെ സമർപ്പിക്ക ദോഷനാശന വ്രതഭേദങ്ങൾ ധരിക്ക നീ. മുമ്പിനാ ചൊല്ലിടിന പാരണാദിനെ ഹോമം അമ്പേറും അഷ്ടാക്ഷര മന്ത്രേണ ചെയ്തിടണം. വിഷ്ണു ഗായത്രി കൊണ്ടു പിന്നെയും 3-മതു വിഷ്ണു സേവയാ പുരുഷോത്തമ മന്ത്രം കൊണ്ടും. പായസം പഞ്ചാമൃതം കൃതജാപിതാപവം പേയഭക്ഷ്യങ്ങൾ മറ്റും സാദരം നിവേദിക്കാം. താമ്രനിർമ്മിത ബിംബം ലക്ഷ്മീകേശവന്മാർക്കു രുക്മിണീ കൃഷ്ണന്മാർക്കു കാഞ്ചനം കൊണ്ടുവേണം. വസുധ വരാഹമൂർത്തികൾക്കു വെള്ളി തന്നാൽ വസുധാദിഭാബിംബം ഇങ്ങനെ ധരിച്ചാലും. ദാനഭോജന ബഹുലേപന ഗന്ധങ്ങളാൽ മാനസപ്രീതിക്കലം ഭാവം ഭൂദേവന്മാർക്കു വരുത്തി നിർമാല്യത്തെ ഭുജിച്ചു താനും പിന്നെ ധരിത്രീപതി സന്ധ്യാവന്ദനം ചെയ്തു ശീഘ്രം ശുദ്ധമായി വിരിച്ചോരു ശയ്യയിൽ ബിംബങ്ങളെ പ്രസ്ഥാപിച്ചനന്തരം യജിക്ക വിധിപൂർവം. കാംസ്യഭാജനെ നിറച്ചപ്പവും നിവേദിച്ചു ചിൽസ്വരൂപികളാകും മൂർത്തികൾ ഇരുവർക്കും. സുഗന്ധീകര ചൂർണബീഡിക പൂഗങ്ങളും സകലം നിവേദിച്ചു ദീപങ്ങൾ തെളിയിച്ചു സ്തുതിച്ചു തിരുനാമ കീർത്തനം ചെയ്തുകൊണ്ടും ഭജിക്ക ദേവന്മാരെ വത്സരമേവമെന്നാൽ. നനച്ചതെല്ലാം സാധിച്ചിരുന്നു ചിരം ഭൂമോ സുഖിച്ചു വൈകുണ്ഠത്തിൽ ഇരിക്കാം അവർക്കെന്നാൽ. ശ്രുതദേവന്റെ വാക്യം ഇങ്ങനെ കേട്ട നേരം മതിമാനായ മിഥിലാധിപൻ ചോദ്യം ചെയ്താൻ. ഛത്രദാനത്തിൻ ഫലം അരുൾ ചെയ്യണമെനിക്കെത്രയും മോഹമതു ധരിപ്പാനകതാരിൽ. അതു കേട്ടരുൾ ചെയ്തു ശ്രുതദേവനും അവ മധുനാ കേൾക്ക പറഞ്ഞിടുവൻ ചുരുക്കി ഞാൻ. അധ്യായം 10 ചൊന്നേൻ ഇനിയും കേൾക്ക പുരാ. ശുദ്ധിയേറിയിടും കൃത യുഗമാം കാലത്തിങ്കൽ.
इति वैशाखमाहात्म्ये दशमोऽध्यायः। सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द।